ഇതാണ് പട്ടായയിൽ നമ്മൾ താമസിച്ച ഹോട്ടല്. ഗംഭീര ഹോട്ടല്. സന്തോഷേട്ടന്റെ മേലോട്ട് നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ പട്ടായയിലാണ്. ഹോട്ടൽ കണ്ടോ, ഗംഭീര ഒരു ഹോട്ടലാണ്. ഇത് 5 സ്റ്റാർ ആണ്. അതുപോലെ 5 സ്റ്റാർ ആണെങ്കിലും 3 സ്റ്റാർ ആണെങ്കിലും ഏതാണെങ്കിലും അവർ സെറ്റ് ആണെങ്കിലും ബഡ്ജറ്റ് അനുസരിച്ചുള്ളത് അവർ റെഡിയാക്കി തരും. അതുപോലെ യാത്രയാണെങ്കിലും ഫുഡ് ആണെങ്കിലും നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണോ അതനുസരിച്ച് അവർ സെറ്റ് ചെയ്ത് തരും. പക്ഷെ ഇതൊരു ഗംഭീര ഹോട്ടലാണ്. ഇതിന്റെ ഉള്ളിലെ കാഴ്ചകളും ഭക്ഷണം കഴിക്കുന്ന എല്ലാം നമുക്കൊന്ന് കാണിച്ചു, എല്ലാം ഒന്ന് കാണിക്കാം. നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്, നമ്മൾ പോകാനായിട്ട് പോവാണ്. അടുത്ത ട്രിപ്പ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ബീച്ച് സൈഡിലേക്കാണ് പോകുന്നത്. അടിപൊളിയാ സന്തോഷേട്ടാ. റൂം എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലല്ലേ? അടിപൊളിയാ. അതുപോലെ വ്യൂ ഇല്ലേ പ്രശ്നം. വെളിയിലോട്ട് നോക്കി കഴിഞ്ഞോണ്ടല്ലോ ഇവര് സെറ്റ് ചെയ്തിരുന്ന റൂമൊക്കെ അടിപൊളിയായിട്ടോ. ഇത്രയും വ്യൂവിലാണ് ഹൈറ്റിൽ നമുക്ക് റെഡിയാക്കി തന്നത്. അതെല്ലാം ട്രാവൽ ഏജൻസി ആയതുകൊണ്ടാണ്. മക്കൾക്കൊക്കെ അടിപൊളിയാ. ബാത്റൂം തന്നെ ഉണ്ടല്ലോ, എന്തോ ക്ലീൻ ആണെന്നറിയോ. എല്ലാം പക്ക കറക്റ്റ് ആയിട്ടാണ് ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉള്ളത്. നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മള് ബീച്ച് സൈഡിലോട്ട് പോവാല്ലേ? ഇനിയിപ്പോ നമ്മള് പട്ടായയിലോട്ടാ പോകുന്നത്. ആ കാഴ്ചകളാണ് കാണേണ്ടത്. ഈ റോട്ടിലെ അതൊക്കെ കണ്ടാൽ എന്ത് രസമാണെന്ന് നോക്കിയാൽ. ക്ലീൻ ആണ്, എല്ലാം ക്ലീൻ ആണ്, നല്ല അടിപൊളിയാണ്. ആ ബീച്ച് കണ്ടോ, അടിപൊളിയാണ്. ബീച്ച് കാണാം. പിന്നെ റോഡിന്റെ ഇത് ഭംഗിയുണ്ടല്ലോ, പെയിന്റും കാര്യങ്ങളും എല്ലാവരും റോഡിലോട്ട് തന്നെ നോക്കി. നമുക്ക് വെറുതെ യാത്ര ചെയ്താൽ പോലും അടിപൊളി. അതുപോലെ നമ്മുടെ പനയും തെങ്ങും ഇങ്ങനെ എല്ലാ സാധനവും ഇവിടുത്തെ. ഇപ്പൊ തെങ്ങായി, നേരത്തെ പനയായി. ഇവിടുത്തെ കരിക്ക് ഇവിടെ വരുന്നവരൊന്ന് കുടിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. സൂപ്പറാണ്. ഇങ്ങനെ റോട്ടിൽ കൂടി പോകുമ്പോ പല ടൈപ്പ് വണ്ടിയിൽ ആൾക്കാർ പോകുന്നല്ലേ. ഓപ്പൺ ആയിട്ട് എല്ലാം കണ്ടാ പൊക്കൊണ്ടിരിക്കുന്നത്. നല്ല രസം. ഇത് നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ്. എല്ലാവരും അടിപൊളിയാണ്. ഭയങ്കര സഹകരണമായിരുന്നു കേട്ടോ. പട്ടായ വീട് കണ്ടോ. പട്ടായ എത്തി. പട്ടായയിലെ ബീച്ചിലാണ് നമ്മളിപ്പോ നിക്കുന്നത്. ഇനിയിപ്പോ ചെന്നിറങ്ങാൻ പോകുമ്പോ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിന്റെ കൂടെ ഒരു സംഭവം കാണാൻ. ഇതാണത്. ഇഷ്ടം പോലെ കണിക്കൊന്നയുണ്ട്. അടിപൊളിയാണ്. കണ്ടപ്പോ തോന്നി പ്ലാസ്റ്റിക് ആണ്, പക്ഷെ ഒറിജിനൽ പോവാ. ഇഷ്ടം പോലെ എല്ലാ സൈഡിലും കണിക്കൊന്നയുണ്ട്. പിന്നെ ഇവിടെ ഇവരെന്ന് പറഞ്ഞില്ലേ മറ്റേ കയ്യിൽ മാർഗീയമാണ്. നമ്മൾ വെറൈറ്റി സ്ഥലത്തേക്ക് പോകാൻ പോവാ. എന്ന് വെച്ചാൽ വെള്ളത്തിലൊക്കെ പോയാൽ ഇത് മായാതിരിക്കുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാം അടിപൊളിയാണ്. ഇപ്പൊ നമ്മൾ ഈ ചേട്ടൻ വിളിച്ചോണ്ട് പോകുന്നത് നമ്മളൊരു വെറൈറ്റി സ്ഥലത്തേക്കാണ്. ഇനി ഒരു സ്പീഡ് ബോട്ടിലോട്ട് നമ്മൾ കയറാൻ പോകും. അതിന് മുമ്പ് കാഴ്ചകൾ കാണാൻ തന്നെ സൂപ്പറാ. അടിപൊളി. അത് ഇങ്ങനെ പോയിട്ട് ഈ ബോർഡ് എവിടെ നിന്നാലും കാണാൻ പറ്റും. രസം. രാത്രിയാകുമ്പോൾ നല്ല തിളക്കമായിരിക്കും. ഇഷ്ടം പോലെ ആൾക്കാർ ഇന്ന് അതിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ബോട്ടേ കയറി. ഇനി നമ്മളിതേ ബോട്ടിൽ അങ്ങ് യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നമ്മള് കടലിന്റെ കുറച്ച് സ്ഥലത്തേക്കായി എത്തുന്നത്. എല്ലാവർക്കും ലൈഫ് ജാക്കറ്റും എല്ലാം ഇട്ട് തന്നിട്ടുണ്ട്. ഇനി അടിപൊളിയായിട്ട് കത്തിച്ചു വിടുവല്ലോ നല്ല സ്പീഡില്. ചുറ്റും നഗരം എന്ത് രസമെന്നറിയോ, അടിച്ചു കത്തിക്കുക. അത് മലയുടെ ഇതിന്റെ ഇടക്കാണ് കടൽ. അല്ല ഇങ്ങനെ കത്തിച്ച് വിട്ടോണ്ടിരിക്കണം. ഇറങ്ങിയിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിൽ കേറാൻ വേണ്ടി പോവുകയാണ്. അതാണ്. അപ്പൊ നമ്മളവിടെ ചെന്ന് ആ വലിയ കപ്പലിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവര് കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലൊക്കെ നേരത്തെ വരെയും കറക്റ്റും ഒക്കെ എല്ലാം വിവരിച്ചു തന്നു. ഇനി നമ്മളിത് ഉപ്പും പേരൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഓരോന്നിട്ട് കയറുക. കുട്ടികളെ വരെ അവർ ക്ലിയർ ആയിട്ട് കയറ്റുന്നല്ലേ. ഫുൾ ഫാമിലിയെ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അവർ അതുപോലെ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ കുട്ടികളെ വിടുവാണെങ്കിൽ അതിന്റെ കൂടെ അവരുടെ ഒരാളുണ്ടാവും. കണ്ടോ, അതേ മേലോട്ട് പോയിട്ട് കുട്ടികളുടെ കൂടെ അവരുടെ ആളുണ്ടാവും. കൃത്യമായിട്ട് ഇവിടെ കൊണ്ട് ലാൻഡ് ചെയ്യിക്കും. ഹാപ്പി ആയിട്ട്. എന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ലാതെ കൃത്യമായിട്ട് അതേ ലാൻഡ് ചെയ്ത് നോക്കി. ഈ നഗരം മൊത്തം ഇതിന്റെ മൊണ്ടാക്കുന്നുണ്ട്. സൂപ്പറായിട്ട് കാണാൻ പറ്റും. വീണ്ടും കയറണം എന്നാണ് പിള്ളേര് തന്നെ പറയുന്നത്. ഇപ്പൊ എന്റെ ചാൻസ് വന്നു, ഞാനും കയറി. അടിപൊളിയായിരുന്നു കേട്ടോ. കേറ ലെവലാണ്. മേലോട്ട് പോകുന്നത് മേളിൽ പോയി കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലാണ് പോകുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ആ ഏരിയ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. നല്ല കാറ്റും രസമാണ്. ഇത് അങ്ങനെ സന്തോഷിക്കേണ്ട എല്ലാ സാധനം, എല്ലാ ലൈഫ് ജാക്കറ്റും എല്ലാം ഇട്ടല്ലേ അവർ. എല്ലാം കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് എത്ര പേരാന്നറിയാം നമ്മളെ പിടിച്ചിറക്കാനും കയറ്റി വിടാനും ഒക്കെ. എല്ലാവരും പറഞ്ഞു തരും. അങ്ങനെ കൃത്യമായ രീതിയിൽ എന്തുമാത്രം ഉയരത്തിലോട്ടാ പോകണം നോക്കിയത്. ഹൈറ്റ് അത്ര ടാറ്റയൊക്കെ തന്നെ വെച്ചാൽ അത്ര കംഫോർട്ടാണ്. ഒരു പ്രശ്നമില്ല. വീണ്ടും കയറാൻ തോന്നുന്നു. അതെ, ഇനി പോയാൽ തീർച്ചയായിട്ടും കയറും. നിങ്ങൾ ഇവിടെ വന്നാൽ പട്ടായയിലോ അല്ലെങ്കിൽ എവിടെ പോയാലും ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അതൊരു ചെറിയ പേടി വരും, പക്ഷെ ഒരു കുഴപ്പമില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നിങ്ങൾ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ഒരു വലിയ നഷ്ടം തന്നെ. എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ട്. അടിപൊളിയാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമ്മുടെ കമ്പനിയുടെ പേര് JD Soldays. ശരിക്കും എത്ര വർഷമായി? 13 വർഷമായി. ഈ 13 വർഷത്തിന്റെ ഒരു സംഭവം ഞങ്ങളുടെ യാത്രയിൽ ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. ഇപ്പൊ റൂമാണെങ്കിലും അതുപോലെ ഗൈഡാണെങ്കിലും യാത്രയാണെങ്കിലും ടൈമിംഗ് ആണെങ്കിലും ഫുഡാണെങ്കിലും ശരിക്കും പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്ര ഗംഭീര സംഭവമാണ്. 13 വർഷത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എക്സ്പീരിയൻസ് അല്ല. ശരിക്കും ഞങ്ങളുടെ ഈ ഫാമിലി എല്ലാവരും ചേർന്ന് ഈ യാത്രയ്ക്ക് ഇത്ര വലിയ സന്തോഷമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു വർഷത്തിലോ അല്ലെ 6 മാസത്തിലോ 2 വർഷം കൂടി ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു 3, 4, 5 ദിവസം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ 5 ദിവസത്തെ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടെ കിട്ടുമ്പം നമുക്കതൊരു വലിയ സന്തോഷം തന്നെ. അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ സന്തോഷമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇനി വരുന്നവർക്കെല്ലാം ഇതുപോലെ ഉണ്ടാവും. അടുത്ത യാത്രയ്ക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ കമ്പനി ഒരു ഗംഭീര യാത്ര ഉണ്ട്. അതെന്താ സംഭവം? നമ്മളിപ്പോ ഒക്ടോബറിൽ ഒരു 9 നൈറ്റും 10 ഡേയും ഒരു യൂറോപ്പ് വീണ്ടും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തായ്ലൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡെസ്റ്റിനേഷനാണ്. അത് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് എല്ലാ മാസവും അറൈവൽസ് ഉള്ളതാണ്. 4 നൈറ്റ് 5 ഡേയ്സ് ഓൾ ഇൻക്ലൂസീവ് പാക്കേജ്. ഇനി കുറച്ച് സീറ്റുകളുടെ ഉള്ളൂ.
55,000 രൂപ നമ്മൾ അതിന് ചാർജ് ചെയ്യുന്നുള്ളൂ, ചെലവുകൾ ഉൾപ്പെടെ. ആണ്. അപ്പൊ മെയിൻ ആയിട്ട് ലോകത്ത് എവിടെ വേണമെങ്കിലും പോയാൽ ഇവരെ സമീപിച്ചാൽ മതി. പിന്നെ ഇതുപോലെ പാക്കേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ പാക്കേജുകളൊക്കെ ഇവരെ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഓരോ പാക്കേജും കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്രാവശ്യം സന്തോഷേട്ടാ ഓണത്തിന് നമുക്ക് വിയറ്റ്നാമാണ്. വിയറ്റ്നാമുണ്ട്. അതെ, വിയറ്റ്നാം നമുക്ക് ഹനോയും ധനാഗും സന്തോഷേട്ടനെയൊക്കെ നേരത്തെ ട്രാവൽ ചെയ്തിട്ടുള്ള. അന്നേരം ഞങ്ങൾക്ക് അതിമനോഹരമായ വിയറ്റ്നാം യാത്രയാണ് ഞങ്ങളത്. അത് ഓണത്തിന് ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ എന്തുണ്ടെങ്കിലും അങ്ങ് വിളിക്കുക, വേറെ ഒന്നുമില്ല.